എന്തുകൊണ്ടാണ് SIP ഇത്രയ്ക്ക് പേരൻസ് ഫ്രണ്ട്ലി ആയി കസ്റ്റമർ ഫേവറേറ്റ് ആയിട്ട് മാറുന്നത്? നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ വളർത്തണം, കുഞ്ഞിനെ പഠിപ്പിക്കണം, കുഞ്ഞിനെ കല്യാണം കഴിച്ചു വിടണം. ഈ 3 നീഡും നമ്മുടെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര കസ്റ്റമർ ഫേവറേറ്റ് ആയിട്ട് മാറുന്നത്. സ്മാർട്ട് ഇൻകം പ്ലസ്. ഞാനൊരു 1 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരന്റാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു 3 lakhs ആനുവലി വർഷത്തില് ഒരു 12 വർഷം അടയ്ക്കും. കുഞ്ഞിന്റെ 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിന് മുന്നേ എന്ത് ചെയ്യും? നമ്മളുടെ അടവ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കും. ടോട്ടൽ നമ്മൾ 36 lakhs അടയ്ക്കുന്നു. കുഞ്ഞിന്റെ 18ാമത്തെ വയസ്സ്. കുഞ്ഞിന് 18ാമത്തെ വയസ്സിന് പ്രത്യേകത എന്താ? കുഞ്ഞ് ഗ്രാജുവേഷന് ചൂട് വയ്ക്കുന്ന ആദ്യത്തെ വർഷം. കുഞ്ഞിന്റെ ഫസ്റ്റ് ഇയർ ഫീസ്. എന്റെ കുഞ്ഞ് എക്സാമ്പിൾ ബിടെക് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 4 വർഷത്തെ കോഴ്സ്. ബിടെക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കാം. 18ാമത്തെ വർഷം 11.25 lakhs ഫസ്റ്റ് ഇയർ ഫീസ് കിട്ടാൻ. 19ാമത്തെ വർഷം another ഒരു 11.25 lakhs സെക്കൻഡ് ഇയർ ഫീസ് കിട്ടും. അഗൈൻ തേർഡ് ഇയർ ഫീസിന് 11.25 lakhs, ഫോർത്ത് ഇയർ ഫീസിന് 11.25 lakhs. എന്റെ കുഞ്ഞിന്റെ ബിടെക്കിന്റെ പഠനം 4 വർഷമാണ്. 4 വർഷം കൊണ്ട് ഇത് കഴിഞ്ഞു. അനത് കുഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒന്നെങ്കിൽ മോളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മോളെ കല്യാണം കഴിച്ചു വിടണം. മോനാണെന്നുണ്ടെങ്കിൽ മോൻ പറയാണ് M.Tech ആണ് അല്ലെങ്കിൽ എനിക്ക് പോകണം. എന്താ ചെയ്യാം? അതിനൊരു എമൗണ്ട് പ്ലസ് ഒരു 23 lakhs. അതായത് കുഞ്ഞിന്റെ ബിടെക് കഴിഞ്ഞു. കുഞ്ഞിനെ ഹയർ സ്റ്റഡീസിനായിട്ട് ഞാൻ പറഞ്ഞയച്ചു. ഇൻ ബിറ്റ്വീൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി. ഞാനൊരു 3 lakhs ആദ്യത്തെ വർഷം അടച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, ഒരു സഡൻ ഡിമൈസ് സംഭവിച്ചെങ്കിൽ പേരന്റിന്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും? ഞാനൊരു റൈഡറും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു 33 lakhs ഇമ്മീഡിയറ്റ്ലി എന്റെ കുഞ്ഞിനെ വളർത്താനായിട്ട് കൊടുക്കും. പ്ലസ് എന്ത് ചെയ്യും? കുഞ്ഞിന്റെ പഠന സമയത്ത് കൊടുക്കും. ഫസ്റ്റ് ഇയറിൽ 11,25,000, സെക്കൻഡ് ഇയറിൽ 11,25,000, തേർഡ് ഇയറിൽ 11,25,000, ഫോർത്ത് ഇയറിൽ 11,25,000. കുഞ്ഞിനെ വളർത്തി കുഞ്ഞിനെ പഠിപ്പിച്ചു. കുഞ്ഞിന്റെ മാരേജ് ഹയർ സ്റ്റഡീസ് ഞാൻ ഒന്നും